ഇന്ദിരാഗാന്ധിയൊക്കെ ഇന്ത്യ ഭരിക്കുന്ന കാലത്ത് റഷ്യയുമായിട്ട് നമുക്ക് വളരെ സഹകരണമായിരുന്നു. അപ്പോൾ റഷ്യയിൽ നിന്ന് ഒരു പട്ടി ന്യൂഡൽഹിയിൽ വിസിറ്റിങ്ങിന് വന്നു. ഡൽഹി വന്നപ്പോൾ ഡൽഹിയിലെ പട്ടികളെല്ലാം ഇങ്ങനെ കൂട്ടിലല്ലാതെ ചുമ്മാ ഇങ്ങനെ അലഞ്ഞു നടക്കുക, 10-100 പട്ടി ഒന്നിച്ച് നടക്കുക. അപ്പൊ ഈ പട്ടിയോട് വിശേഷം ചോദിക്കാനായിട്ട് വന്ന റഷ്യയിലെ പട്ടി ഇന്ത്യയിലെ പട്ടിയോട് ചോദിച്ചു, നിങ്ങളിങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കാൻ കാര്യം തന്നെ. അപ്പൊ അവരവിടെ കഥന കഥ പറഞ്ഞു, ഞങ്ങളെ വീട്ടിൽ കയറ്റാറില്ല. ഞങ്ങൾ ഫ്രണ്ട് വാതിൽ കൂടെ ചെന്നാൽ അച്ചായൻ പോവട്ടി എന്ന് പറയും. പേടിച്ച് പുറകിലത്തെ വാതിൽ കൂടെ ചെന്നാൽ അടുക്കളയിൽ അമ്മാമ്മ പോവട്ടി എന്ന് പറയും. ചുരുക്കി പറഞ്ഞാൽ ഫ്രണ്ടിൽ കൂടെയും വീട്ടിൽ കയറാനൊക്കത്തില്ല, പുറകിൽ കൂടെയും വീട്ടിൽ കയറാനൊക്കത്തില്ല. അപ്പൊ ഞങ്ങളുടെ കിടപ്പ് മിക്കവാറും പുറംപോക്കില്ല, ചാർത്തിലും ചരിപ്പിലും ഒക്കെയാണ്. നല്ല ആഹാരം കഴിച്ചിട്ടില്ല, അവരുടെ എച്ചിൽ മാത്രമേ ഞാൻ കഴിക്കാൻ ഭാഗ്യമുള്ളൂ. പിന്നെ ആര് കണ്ടാലും ഞങ്ങളെ ഒന്നും എറിയാതെ പോകത്തില്ല. ഈ പലതും ഞൊണ്ടി നടക്കുന്നത് ഏറ് കിട്ടിയതാ. ഇങ്ങനെ ഒത്തിരി കഥയെല്ലാം പറഞ്ഞപ്പോൾ റഷ്യൻ പട്ടി ഒന്ന് ഞെളിഞ്ഞ് അത് പറഞ്ഞു, ഞങ്ങൾക്ക് രാവിലെ സൂപ്പാ കഴിക്കാൻ തരുന്നത്, പിന്നെ ഇറച്ചിയും മീനും ബിസ്ക്കറ്റും എല്ലാം ഉണ്ട്, റൂമിലാണ് കിടത്തുന്നത്. ചില ദിവസമൊക്കെ ഞങ്ങൾ ബോസിന്റെ കൂടെ കിടന്നുറങ്ങുന്നത്. ഞങ്ങൾക്ക് അവിടെ ഒന്നിനും പ്രയാസമില്ല. 1 മാസത്തിലൊരിക്കൽ ഞങ്ങളെ മസാജ് ചെയ്യാൻ കൊണ്ടുപോകും. പിന്നെ 2 മാസം കൂടുമ്പോൾ ട്രെയിനിങ് ഉണ്ട്. ഇതെല്ലാം കേട്ടപ്പോൾ കുസൃതിയുള്ളൊരു ഇന്ത്യൻ പട്ടി ചോദിച്ചു, പിന്നെ താനാടോ ഇങ്ങോട്ട് വന്നേന്ന്? ഇത്രയൊക്കെ സൗകര്യം അവിടെ ഉണ്ടെങ്കിൽ പിന്നെ ഇങ്ങോട്ട് വന്നേന്ന് ചോദിച്ചു. അപ്പൊ അത് ഇച്ചിരി ജാളിതോട് പറഞ്ഞു, അവിടെ കമ്മ്യൂണിസ്റ്റ് പറഞ്ഞാൽ കുരയ്ക്കാനൊക്കത്തില്ലെന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. കൊച്ചമ്മ പണ്ട് തമാശയായി പറഞ്ഞാലും കാര്യം ഗൗരവമാ. ഇങ്ങോട്ട് വന്നത് കുരയ്ക്കാനാ. സ്തുതിക്കാൻ അവസരം കിട്ടിയാൽ നീ പാശം കളിച്ചിരിക്കാതെ നല്ല സ്തുതി അർപ്പിച്ചോണം. സ്തോത്രം. ഈ പ്രസംഗിക്കുന്ന എനിക്കും നിനക്കും വെന്റിലേറ്റർ എപ്പോഴാ വെക്കുന്ന അറിയത്തില്ലല്ലോ, പിന്നെ സ്തുതിക്കാൻ ഒക്കത്തില്ലല്ലോ. അതുകൊണ്ട് സ്തുതിക്കാൻ അവസരം കിട്ടിയാൽ സന്തോഷമുള്ളവർ കരമുയർത്തി ശബ്ദമുയർത്തി ഈ രാത്രി കർത്താവിനെ സ്തുതിക്കട്ടെ. ഇത് പെന്തക്കോസ്തുകാരുടെ യോഗമാകയാൽ സ്തുതിക്കാൻ അവസരം കിട്ടുമ്പോൾ നീ നന്നായി ദൈവത്തെ സ്തുതിച്ചോണം. ഹല്ലേലൂയ.